മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു. അയൽവാസിയായ 16 വയസ്സുകാരനടക്കം 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. കാട് പിടിച്ച സ്ഥലത്തെ വീട്ടിലെത്തിച്ചുകൊണ്ടായിരുന്നു പീഡനം. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, എന്താണ് ഈ സംഭവം, വിശദാംശം? സജിത്ത്, ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. 10 വയസ്സുള്ള കുട്ടിയെ 2 പേർ ചേർന്ന് പീഡിപ്പിച്ചിരിക്കുന്നു. അത് എറണാകുളം സ്വദേശി സുധീഷ്, ഒപ്പം ഈ പെൺകുട്ടിയുടെ അയൽവാസിയായ 16-കാരനും ചേർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള വിവരം അറിയുന്നത്. എന്തായാലും 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി നടന്നു വരുന്ന വഴിയിൽ, പെൺകുട്ടി കൂട്ടുകാരോടൊപ്പം നടന്നു വരുന്ന വഴിയിലാണ് ഈ അയൽവാസിയായ 16-കാരൻ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തുകയും സുധീഷും ഒപ്പം ചേർന്ന് 2 പെൺകുട്ടികളെ തടഞ്ഞു നിർത്തിയതിനു ശേഷം 10 വയസ്സുകാരിയെ ആളൊഴിഞ്ഞ സ്ഥലത്തുകൊണ്ട് ഒരാൾ കൊണ്ട് പീഡിപ്പിക്കുകയും പിന്നീട് മറ്റൊരാൾ സ്ഥലത്തെത്തിയ ശേഷം വീണ്ടും പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും 2 പേരെയും ഈ വിവരം അറിഞ്ഞതിനു ശേഷം വൈദ്യപരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എറണാകുളം സ്വദേശിയായ സുധീഷ് ഈ പെൺകുട്ടിയുടെ വീടിന്റെ അടുത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ, കോളനിയിൽ നടക്കുന്ന ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാനെത്തിയായിരുന്നു. ആ സമയത്താണ് ഈ പെൺകുട്ടികൾ 3 പേരാണ് നടന്നു വന്നത്. അതിലൊരു 10 വയസ്സുകാരിയാണ് ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടത്. ആ പെൺകുട്ടിയാണ് വഴിയിൽ തടഞ്ഞു നിർത്തി വാവ് പൊത്തി പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ചിട്ടുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ 2 പേരെയും സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി റിമാൻഡിലാണ്. ശശിനാരായൺ, ഈ പ്രതിയിൽ ഒരാൾ 16 വയസ്സുകാരനാണ് എന്നതാണ് ഈ ഞെട്ടിക്കുന്ന ഒരു സംഭവം. നമ്മൾ സമൂഹത്തിൽ യുവാക്കൾക്ക് എന്തു സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം? ആ ഒരു ആർജവത്തോടെ അന്വേഷണം നടക്കുന്നുണ്ടോ? സജിത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 16 വയസ്സുകാരൻ പെൺകുട്ടിയുടെ അയൽവാസിയാണ് ഈ പെൺകുട്ടിയെ പരിചയമുള്ള ആള്. ഈ എറണാകുളത്ത് വന്ന മറ്റൊരാളാണ് ഈ പ്രതി, 19-കാരനായ പ്രതി സുധീഷ്. എന്തായാലും അയൽവാസിയായ ഈ 16-കാരനാണ് പെൺകുട്ടിയുടെ വാവ് പൊത്തിപ്പിടിക്കുകയും മറ്റു കുട്ടികളെ തടഞ്ഞു നിർത്തുകയും ചെയ്തിട്ട് ഈ പെൺകുട്ടിയെ സുധീഷിന്റെ കൂടെ തൊട്ടടുത്ത ആളൊഴിഞ്ഞ കാട് പിടിച്ച സ്ഥലത്ത് കൊണ്ട് പീഡിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യുന്നത്. പിന്നീട് ഈ 16-കാരനും പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ നൽകുന്ന, നമ്മളോട് പറഞ്ഞിട്ടുള്ള വിവരം. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ടയിൽ നടന്ന പീഡനത്തിലും 5 പേരും പ്രായപൂർത്തിയാകാത്ത, ഈ പീഡനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 പേരും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. 60 പേരാണെന്ന് പത്തനംതിട്ടയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലുള്ളത്. അതിൽ 5 പേരും പ്രായപൂർത്തിയാകാത്തവരാണെന്നുള്ള കാര്യം ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 16 വയസ്സ് ഉള്ള വ്യക്തി കൂടി ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞെട്ടലോട് കൂടിയാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസ് അന്വേഷിച്ചത്. എന്തായാലും ഉടൻ തന്നെ ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ അടൂർ DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെയും കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ സുധീഷിനെ റിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ മറ്റ് 16-കാരനെയും പോലീസ് ജുവൈനൽ ഹോമിലേക്കാണ് അയച്ചിട്ടുള്ളത്. ശശിനാരായൺ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഇവർ പരിചയമുള്ളവരായിരുന്നോ? ഈ 5 വയസ്സുകാരിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. സ്വാഭാവികമായും എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ? സഹിത്തെ അല്പസമയത്തിനും തന്നെ DSP ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. എന്തായാലും പോലീസ് ഇപ്പം നൽകുന്ന വിവരം അനുസരിച്ചാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിന്റെ അടുത്ത്, പെൺകുട്ടി താമസിക്കുന്ന പ്രദേശത്ത് ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രതിയായ സ്വകാര്യ ചടങ്ങാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് എറണാകുളം സ്വദേശിയായ സുധീഷ് എത്തുന്നത്. സുധീഷും ഈ പെൺകുട്ടിയുടെ അയൽവാസിയായ 16 വയസ്സുകാരനും പരിചയമുള്ളതാണ്. ആ നിൽക്കുന്ന സമയത്താണ് ഈ 3 പെൺകുട്ടികളാണ് നടന്ന് വഴിയരികിലേക്ക് വരുന്നത്. ആ വരുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പെൺകുട്ടിയെ പരിചയമുള്ള 16-കാരൻ തടഞ്ഞു നിർത്തുന്നു. പെൺകുട്ടിയെ വായ് പൊത്തി പിടിക്കുന്നു. തുടർന്ന് കുട്ടിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. സുധീഷിന് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു. സുധീഷ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം 16-കാരനും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നുള്ള വിവരമാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അത് വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം അത് സ്ഥിരീകരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികളിലേക്ക് കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 16 വയസ്സുള്ള അയൽവാസി ഉൾപ്പെട്ട കേസാണ്. അപ്പൊ അത് ഈ സ്വകാര്യ സുധീഷ് എറണാകുളം സ്വദേശിയാണ്. അവിടെ എത്തിയ ഈ 16 വയസ്സുകാരന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരം പീഡനം നടത്തിയെന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വിവരം. എന്തായാലും പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡിലായിരുന്നു. ഏറെ ഞെട്ടിക്കുന്ന സംഭവമാണ്, വലിയ ചർച്ചയാവേണ്ടതാണ്. എന്തായാലും പോലീസ് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരിക്കണം. കാരണം അയൽ വീട്ടിൽ ഒരു സ്വകാര്യ ചടങ്ങിലെത്തിയ യുവാവാണ് 5 വയസ്സുകാരിയെ ഇങ്ങനെ ക്രൂരമായി ബലാത്കാരം ചെയ്തത്. ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്? ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? ഇത് സംബന്ധിച്ച് മാതാപിതാക്കളുടെ അടക്കം പ്രതികരണം ആവശ്യമാണ്. പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകേണ്ടതുണ്ട്. അടൂരിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് 2 പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഒരു 16 വയസ്സുകാരൻ കൂടിയാണ് പ്രതി എന്നതാണ് ഞെട്ടിക്കുന്ന